السلام عليكم ورحمة الله. بسم الله والحمد لله. الصلاة والسلام على من أرسله الله وعلى آله وأصحابه الفائزين برضا الله أما بعد. പ്രിയമുള്ള കൂട്ടുകാരെ, ഇസ്ലാമിൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നാലാൽ ഒരു പ്രമാണത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയാൽ മതിയെന്ന് ആർക്കും അറിയുന്ന യാഥാർത്ഥ്യമല്ലേ? നമ്മുടെ നാട്ടിൽ സുന്നികളും മുജാഹിദുകളുമായി ഒരുപാട് സംവാദങ്ങൾ നടന്നിട്ടുണ്ട്. ആ സംവാദങ്ങളുടെ വ്യവസ്ഥകൾ തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, പ്രമാണങ്ങളായി പറയുന്നത് 4 കാര്യങ്ങളാണ്. ഒന്ന് ഖുർആൻ, അല്ലെങ്കിൽ ഹദീസ്, അതുമല്ലെങ്കിൽ ഇജ്മാ, അതുമല്ലെങ്കിൽ ഖിയാസ്. ഈ 4 ഒരു പ്രമാണം കൊണ്ട് വാദിക്കുന്ന വിഷയം സ്ഥാപിക്കണമെന്നത് ഏതൊരു സംവാദത്തിലും സുന്നികളും മുജാഹിദുകളും അംഗീകരിക്കുന്ന പ്രമാണമാണ്. എന്നാൽ ഈ മൗലവിമാർ ഇത്തരത്തിൽ വീഡിയോകൾ ചെയ്യുമ്പോൾ അണികളെ കബളിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന തട്ടിപ്പ്, ഇജ്മാഇനെ കുറിച്ച് അവർ പറയാറില്ല, ഖിയാസിനെ കുറിച്ച് അവർ സംസാരിക്കാറില്ല. റബീഉൽ അവ്വൽ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇമാം ഫാക്കിഹാനിയോട് വലിയ മഹബ്ബത്താണ്. ഇന്നലെ അദ്ദേഹം ഇമാം സുയൂത്തിയുടെ അൽ-ഹാബീലിൽ ഫതാവയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഫാക്കിഹാനിയുടെ ഒരു വാക്കു പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞ വാചകങ്ങൾ അത് നിങ്ങൾ ആദ്യം ഒന്ന് കേട്ടു നോക്കൂ, എന്നിട്ട് നമുക്കതിന്റെ മറുപടി പറയാം. അതുകൊണ്ടാണ് സലഫികൾ പറയുന്നത് ഇത് അനാചാരമാണ്, ജനങ്ങളെ ഇതിന്റെ പിന്നാലെ പോകരുത് എന്ന്. അല്ലേ? ഇത് കാര്യബോധമുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ കാര്യമാണ്. മാലിക്കി മദ്ഹബിലെ പ്രസിദ്ധനായ പണ്ഡിതനാണ് ഇമാം ഫാക്കിഹാനി റഹിമഹുല്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇമാം സുയൂത്തി ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാം. ഇമാം ഫാക്കിഹാനി പറയാണ്, വലാ അഅലമു ബിഹാദൽ മൗലിദി അസ്ലൻ ഫീ കിതാബിൻ വലാ സുന്ന. ഖുർആനിലോ സുന്നത്തിലോ ഈ ജന്മദിനാഘോഷത്തിന് ഞാനൊരു അടിത്തറയും കണ്ടിട്ടില്ല. വലാ യുൻഖൽ അമലുഹു അൻ അഹദിൻ മിൻ ഉലമാഇൽ ഉമ്മ. ഈ സമൂഹത്തിലെ, ഈ ഉമ്മത്തിലെ ഒരു പണ്ഡിതനിൽ നിന്നും ആ ഒരു കർമ്മം ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല. എങ്ങനെയുള്ള പണ്ഡിതന്മാർ? അല്ലദീന ഹുമുൽ ഖുദ്വതു ഫിദ്ദീനി അൽ മുതമസ്സികൂന ബിആഥാരിൽ മുതഖദ്ദിമീൻ. പൂർവികരുടെ നടപടിക്രമങ്ങളെ പിൻപറ്റുകയും, അതായത് മുൻഗാമികളായ സച്ചരിതരെ പിൻപറ്റുകയും ഈ ഉമ്മത്തിന് മാതൃക നൽകാൻ കെൽപ്പുറ്റവരുമായ ഒരൊറ്റ പണ്ഡിതന്മാരിൽ നിന്നും ഈ ഒരു കർമ്മം ഉദ്ധരിക്കപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയുകയില്ല. എന്നിട്ട് അദ്ദേഹം പറയാൻ, ബൽ ഹുവ ബിദ്അത്തുൻ, ഇതൊരു അനാചാരമാണ്. അഹ്ദസഹൽ ബത്താലൂൻ വശഹ്വതു നഫ്സിൻ, തോന്നിവാസികളും ആഭാസന്മാരുമാണ് ഇതുണ്ടാക്കിയത്. എന്നിട്ടോ ഇഅ്തനാ ബിഹൽ അഖാലൂൻ, തീറ്റപ്രിയന്മാരാണ് അതിനെ പരിപാലിച്ചു കൊണ്ട് നടന്നത് എന്ന് ഇമാം ഫാക്കിഹാനി പറഞ്ഞത് സുയൂത്തി ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും. ഇതേപോലെയുള്ള വേറെയും പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് പണ്ഡിതന്മാരുടെ ഉദ്ധരണികള് നബിദിനത്തെ എതിർത്തുകൊണ്ട് ഉദ്ധരിച്ചത് കാണാൻ കഴിയുമെന്നാണ്. ഒന്ന് വായിക്കാൻ കഴിയോ സലഫി? നിങ്ങൾക്കാകെ കിട്ടിയ കച്ചിത്തുരുമ്പ് ഇമാം ഫാക്കിഹാനിയുടെ ഒരു വാക്കല്ലേ? അത് ഇമാം സുയൂത്തി ഉദ്ധരിച്ചു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? എന്നാൽ ഇമാം സുയൂത്തി റഹിമഹുല്ല ഉദ്ധരിച്ചതിന്റെ ബാക്കി ഭാഗം എന്തേ സലഫി നിങ്ങൾ വായിക്കാതിരുന്നത്? നിങ്ങൾ സമർത്ഥമായി ജനങ്ങളെ കബളിപ്പിച്ചതല്ലേ? എന്നാൽ സുഹൃത്തുക്കളെ, ഇമാം സുയൂത്തി റഹിമഹുല്ല ഏത് സാഹചര്യത്തിലാണിത് പറഞ്ഞത്? വഹാബികൾ നടത്തുന്ന തട്ടിപ്പ് നിങ്ങൾ തിരിച്ചറിയണം. ഇമാം സുയൂത്തി റഹിമഹുല്ല മൗലിദാഘോഷത്തിന് തെളിവ് പറയുമ്പോൾ അതിനെ എതിർത്ത ഇമാം ഫാക്കിഹാനിയുടെ വാക്കെടുത്തു ഉദ്ധരിച്ചുകൊണ്ട് അതിന് മറുപടി പറയുകയാണ് ചെയ്തത്. ഇമാം ഫാക്കിഹാനി പറഞ്ഞത് ആദ്യം പറഞ്ഞു, എന്നിട്ട് അതിന് ഇമാം സുയൂത്തി കൃത്യമായ ഖണ്ഡനം എഴുതി വെക്കുകയാണ് അൽ-ഹാബീലിൽ ഫതാവയില്. ഇമാം താജുദ്ദീൻ അൽ ഫാക്കിഹാനി അദ്ദേഹത്തോട് ചോദിച്ച ഒരു ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത ഒരു മറുപടി അത് ഇമാം സുയൂത്തി എടുത്തുദ്ധരിക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. ഫഇന്നഹു തകററ സുആലു ജമാഅത്തിൻ മിനൽ മുബാരികീന അനിൽ ഇജ്തിമാഇ അല്ലദീ യഅമലുഹു ബഅദുൻ നാസി ഫീ ശഹ്രി റബീഉൽ അവ്വൽ. ജനങ്ങള് റബീഉൽ അവ്വലിൽ ഒരുമിച്ച് കൂടുകയും അങ്ങനെ അതിന് ഒരു മൗലിദ് എന്ന് പേര് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഹല്ലഹു അസ്ലുൻ ഫിസ് ശറഇ ഔ ഹുവ ബിദ്അത്തുൻ.
അതിന് ശറഇൽ എന്തെങ്കിലും അസ്ലുണ്ടോ, അതല്ല ബിദ്അത്താണോ എന്ന ഒരു ചോദ്യത്തിന് ഇമാം ഫാക്കിഹാനി മറുപടി പറഞ്ഞു, ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്ന. ഖുർആനിലോ ഹദീസിലോ ഇതിന് ഒരു അസ്ലുള്ളതായി എനിക്കറിയില്ല. മുൻഗാമികളായ നിപുണരായ പണ്ഡിതന്മാരിൽ നിന്ന് അങ്ങനെ ഒന്നും റിപ്പോർട്ട് ചെയ്തതായും എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഫാക്കിഹാനി 5ഓളം ന്യായങ്ങൾ പറഞ്ഞ് മൗലിദ് ബിദ്അത്താണ് എന്ന് പറയുന്നുണ്ട്. അതിനെ മുഴുവനും ഇമാം സുയൂത്തി എടുത്തുദ്ധരിച്ചിട്ട് ഓരോന്നോരോന്നായി കൃത്യമായ മറുപടി പറയുന്ന ഭാഗം ഈ സലഫി വായിച്ചതിന്റെ തൊട്ടു താഴെ നമുക്ക് കാണാൻ കഴിയും. സലഫി ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചതാണ്. ഇമാം സുയൂത്തി എഴുതുന്നു, വഅഖൂലു, എന്നാൽ ഇതിന്റെ മറുപടി ഞാൻ പറയുന്നു, അമ്മാ ഖൗലുഹു ലാ അഅലമു ലിഹാദൽ മൗലിദി അസ്ലം ഫീ കിതാബിൻ വലാ സുന്ന. ഒന്നാമത് പറഞ്ഞ ഖുർആനിലോ ഹദീസിലോ ഇതിന് ഒരു അസ്ലും ഇല്ല എന്ന് ഇമാം ഫാക്കിഹാനി പറഞ്ഞ ആ വാചകം, ഫയുഖാലു അലൈഹി നഫിയുൽ ഇൽമി ലാ യൽസമു മിൻഹു നഫിയുൽ വുജൂദി വഖദ് ഇസ്തഖ്റജ ലഹു ഇമാമുൽ ഹാഫിദ് അബുൽ ഫളൽ ഇബ്നു ഹജർ അസ്ലം മിനസ് സുന്ന. ഇതിനൊരു ഖുർആനിലും ഹദീസിലും തെളിവില്ല എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഇല്ല എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. എന്നിട്ട് പറയുന്നു, അതിന് അസ്ല് ഇമാം ഇബ്നു ഹജറിനിൽ അസ്ഖലാനി റഹിമഹുല്ലാ ഒന്നാമതായി പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തൊരു തെളിവ് ഞാനും പറഞ്ഞിട്ടുണ്ട്, വസയഅതി ദിക്റുഹാ ബഅദ ഹാദാ, അതിന്റെ തെളിവ് ഞാൻ പിന്നാലെ പറയാം. വഖൗലുഹു ബൽ ഹുവ ബിദ്അത്തുൻ അഹ്ദസഹൽ ബത്വാലൂൻ, ഇത് ബത്വാലിങ്ങൾ, തീറ്റക്കൊതിയന്മാരും ദീനിനെ പൊളിക്കാൻ വന്നവരും ഉണ്ടാക്കിയതാണ് എന്ന ഇമാം ഫാക്കിഹാനിയുടെ വാക്ക്. യുഖാലു അലൈഹി, അതിനും ഖണ്ഡനം പറയപ്പെടുന്നുണ്ട്. ഖദ് തഖദ്ദമ അന്നഹു അഹ്ദസഹു മലിക്കുൻ ആദിലുൻ ആലിമുൻ വഖസദ ബിഹി തഖർറുബ ഇലല്ലാഹി തആല വഹദറ ഇൻദഹു ഫീഹിൽ ഉലമാഉ വസ്സാലിഹൂന മിൻ ഗൈരി നകീരിൻ മിൻഹും وارتضاه ابن دحية وصنف له من أجله كتابا فهؤلاء علماء متدينون رضوه وأقروه ولم ينكروه. ഇമാം ഫാക്കിഹാനിയുടെ വാക്കിനെ ഗണ്ണിച്ചുകൊണ്ട് ഇമാം സുയൂത്തി പറയാ, മുൻകാലത്തൊരു പണ്ഡിതനും ഇതിനെ അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഇല്ലാത്ത വാദമാണ്. ഒരുപാട് ഉലമാക്കൾ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം സുയൂത്തി ഫാക്കിഹാനിയുടെ വാക്കുകൾക്ക് ഓരോന്നിനും മറുപടി പറയുന്ന ഒരു ഭാഗത്തിൽ നിന്ന് ഫാക്കിഹാനിയുടേതു മാത്രം എടുത്തിട്ട് ഇമാം സുയൂത്തി പറഞ്ഞതിനെ മുഴുവനും മൂടിവെച്ച സലഫി, നിങ്ങൾക്കെന്ത് ആദർശ പ്രതിബദ്ധതയാണുള്ളത്? എന്നാൽ എന്റെ സുഹൃത്തുക്കളെ, ഈ നബിദിനാഘോഷം ഇസ്ലാമിൽ 4 ഒരു പ്രമാണം കൊണ്ട് സ്ഥാപിക്കാൻ നമുക്ക് കഴിയും. അത് വെറുതെ പറയുന്നതല്ല. ഞാൻ എന്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസ് എടുത്തു കൊടുത്തിട്ട് അതിനോട് ഖിയാസ് ചെയ്തിട്ട് ഈ നബിദിനാഘോഷം നല്ല ഒരു പുതിയ സമ്പ്രദായമാണ് എന്ന് പഠിപ്പിച്ചത് കാണാൻ കഴിയില്ലേ? ഇമാം ഇബ്നു ഹജറിനിൽ അസ്ഖലാനി ബിദ്അത്ത് പ്രചരിപ്പിക്കുന്ന ആളാണോ? നിങ്ങൾ പറയണം. ഇബ്നു ഹജറിനിൽ അസ്ഖലാനി ഖിയാസ് നടത്താൻ നൈപുണ്യമില്ലാത്ത ഇമാമാണോ? നിങ്ങൾ പറയണം. ഇബ്നു ഹജറിനിൽ അസ്ഖലാനിയുടെ കിതാബുകളല്ലേ നിങ്ങൾ പലപ്പോഴും പഠനത്തിനു വേണ്ടിയും ഹദീസുകൾ വ്യാഖ്യാനിക്കാനും ഉപയോഗിക്കുന്നത്? ആ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ വാചകം എന്തേ നിങ്ങൾ മറന്നുപോയി? മഹാനവറുകൾ ഖിയാസ് ചെയ്തുകൊണ്ട് നമുക്കിത് നല്ല ഒരു ആചാരമാണെന്നും അത് ചെയ്യണമെന്നും പഠിപ്പിച്ചത് നിങ്ങൾക്ക് ഇമാം സുയൂത്തിയുടെ നിങ്ങൾ വായിച്ച അതേ ഗ്രന്ഥത്തിൽ തന്നെ ഉണ്ടായിട്ടും എന്തിനാണ് സലഫി നിങ്ങൾ ഈ തട്ടിപ്പ് നടത്തിയത്? മാത്രമാണോ ഇമാം സുയൂത്തി റഹിമഹുല്ല ഇതിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? ചെയ്താൽ പ്രതിഫലം കിട്ടുന്ന പുണ്യകരമായ ഒരു കർമ്മമാണ് മൗലിദാഘോഷം എന്നല്ല. നബിദിനം വരുമ്പോ സ്വഹാബികൾ ചെയ്തിട്ടുണ്ടോ എന്നൊരു ചോദ്യവുമായി വരികയാണ്. എന്നാൽ ഇവിടെ നബിദിനാഘോഷം
ഞങ്ങൾ പറയുന്നു, സ്വഹാബികളുടെ കാലത്ത് ഇന്ന് കാണുന്നത് പോലെ ഒരാഘോഷമില്ല, നബിതങ്ങളുടെ കാലത്തും ഇന്ന് കാണുന്നത് പോലെ ഒരാഘോഷമില്ല. അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല എന്നല്ല ഇമാമുമാര് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അവർ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ലക്ഷ്യം പിടിച്ചുകൊണ്ട് ഇതൊരു പുണ്യകർമ്മമാണ് എന്ന് പഠിപ്പിച്ചു. അത് പഠിപ്പിച്ചത് കേവലം ഇമാം സുയൂത്തി മാത്രമല്ല, അതുപോലെ ഇബ്നു ഹജറിൽ അസ്ഖലാനി മാത്രമല്ല, ഇമാം അബൂ ശാമ റഹിമഹുല്ലാ, നബവി ഇമാമിനെ പോലെയുള്ള പ്രഗൽഭരുടെ ഉസ്താദ് കൂടിയായ മഹാപണ്ഡിതൻ ഫാക്കിഹാനിയുടെ മുമ്പ് ലോകത്തെഴുതി പഠിപ്പിച്ചതാണ്. എന്താ ഇമാം അബൂ ശാമ പറയുന്നത്? മിൻ അഹ്സനി മബ്തുദിഅ ഫീ സമാനിനാ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ പുതുതായി തുടങ്ങിയ ഈ സമ്പ്രദായം. ഏത് കാലഘട്ടത്തില്? വഹാബികളെ കേരളത്തിലെ ഏതെങ്കിലും സമസ്ത മുസ്ലിയാക്കന്മാർ അവരുടെ ശാപ്പാടിന് വേണ്ടി ഉണ്ടാക്കിയ തട്ടിപ്പാണെന്ന് പറയരുത്. ഹിജറ 596 ജനിച്ച് 665 വഫാത്തായ ലോക പ്രശസ്ത പണ്ഡിതനായ അബൂ ശാമ റഹിമഹുല്ലയാണ് എഴുതി പഠിപ്പിക്കുന്നത്. നബിതങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആളുകൾ നടപ്പിലാക്കുന്ന മിനസ്സദഖാത്തി വൽ മഅറൂഫി വഇൽഹാരി സീനത്തി വസ്സുറൂരി, ദാനധർമ്മങ്ങൾ കൊടുക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, സന്തോഷം രേഖപ്പെടുത്തുക. ഫഇന്ന ദാലിക മഅ ഫീഹി മിനൽ ഇഹ്സാനി ലിൽ ഫുഖറാ, സർവ്വലോകത്തിനും അനുഗ്രഹമായി അല്ലാഹു തആല നിയോഗിച്ച പ്രവാചകരെ നമുക്ക് ലഭിച്ച ദിവസത്തിലെ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് പാവങ്ങളെ സഹായിക്കുകയും നബിതങ്ങളെ ആദരിക്കുകയും അവിടുത്തെ സന്തോഷിക്കുകയും ഒക്കെ ചെയ്യുന്നത് പുണ്യകർമ്മമാണ് എന്ന് പഠിപ്പിച്ചത് ഒരൊറ്റ ഉലമാക്കളും പ്രഗൽഭനായ ആരും പറഞ്ഞിട്ടില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അബൂ ശാമയാണ് പറയുന്നത്, ഇബ്നു ഹജറിൽ അസ്ഖലാനിയാണ് പറയുന്നത്. അതുപോലെ ഈ എത്ര ഉലമാക്കൾ, നിങ്ങളുടെ ഇബ്നു തൈമിയ്യ വരെ മൗലിദാഘോഷത്തിൽ പങ്കെടുത്താൽ കൂലി കിട്ടുമെന്ന് എഴുതി വെച്ചത് ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ? എല്ലാ വീഡിയോയും നിങ്ങൾ കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. ഒരെണ്ണത്തിനു പോലും നിങ്ങൾ ഇന്നേ വരെ മറുപടി പറയാത്തത് നിങ്ങളുടെ അണികള് ആദ്യമൊക്കെ ആഗ്രഹിച്ചിരുന്നു ഒന്ന് മറുപടി പറഞ്ഞു കിട്ടണമെന്ന്. സെലഫി ആ വഴിക്ക് വരാത്തത് കൊണ്ട് സെലഫിയെ ന്യായീകരിക്കാൻ വേണ്ടി ഇപ്പൊ പറയുന്നത് സെലഫി തിരക്കിലാണ്. അതുപോലെ നിങ്ങൾ പോരാ സെലഫിക്ക്. അതുപോലെ സെലഫിയെ കൊണ്ട് പ്രശസ്തനാകാനുള്ള തട്ടിപ്പാണ്. എന്തൊക്കെയാണ് അണികൾ പറയുന്നത്? സെലഫിയെ കൊണ്ട് പ്രശസ്തനാകാൻ. സെലഫിയാര ലോക അറിയപ്പെടുന്ന പണ്ഡിതനാണോ? എന്തിനാണ് സുഹൃത്തുക്കളെ മറുപടിയില്ലാത്തത് കൊണ്ട് മാത്രം മിണ്ടാതിരിക്കുന്നതാണ് ഈ സെലഫി. സെലഫിക്ക് എന്റെ ഒരു വീഡിയോയ്ക്കും മറുപടി പറയാനുള്ള ത്രാണിയില്ല എന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അയാളത് മിണ്ടാത്തത്. നിങ്ങൾ പറഞ്ഞത് എന്താ? മുജാഹിദുകൾ പണ്ടു മുതലേ ഇതിനെ എതിർക്കുന്നതാണ് എന്നല്ലേ? എന്നാ നിങ്ങളുടെ പണ്ട് കാലത്തുള്ള നബിദിനാഘോഷത്തിനോടുള്ള സമീപനം എങ്ങനെയായിരുന്നു സലഫി? നിങ്ങളിവിടെ ഞങ്ങളുടെ പുസ്തകങ്ങളിൽ നിന്ന് നിങ്ങൾ കുറെ വായിക്കുന്നുണ്ട്. ഞങ്ങൾ ആരും പറയുന്നില്ല ഇതൊക്കെ ഇന്ന് കാണുന്നത് പോലെ തന്നെ നബിതങ്ങളുടെ കാലത്തുണ്ട് എന്ന്. എന്നാൽ ഞങ്ങൾക്കത് ചെയ്യാനുള്ള തെളിവ് ഖിയാസാകുന്ന ഇസ്ലാമിക പ്രമാണത്തിൽ നിന്ന് ഇമാമുമാര് പഠിപ്പിച്ചു തന്നതാണ്. 1950 ഡിസംബർ മാസത്തെ അൽമനാർ അതിലെഴുതി വെക്കുന്നത് നിങ്ങൾ കണ്ടോളൂ. ഒരു ഉത്ബോധനം എന്ന് പറഞ്ഞിട്ട് വി മുഹമ്മദ് മൗലവി എഴുതിയ ഒരു ലേഖനത്തിൽ നമുക്ക് കാണാം. സഹോദരങ്ങളെ, ലോകാനുഗ്രഹിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനമായ റബീഉൽ അവ്വൽ 12 ഉദയഗിരി മുതൽ അസ്തമനഗിരി വരെയുള്ള മുസ്ലിങ്ങൾ ആഹ്ലാദം കൊള്ളുകയും ആ വന്യ മഹാനുഭാവന്റെ സച്ചരിതങ്ങളെ പുരസ്കരിച്ച് സ്തുതികീർത്തനം ചെയ്യുകയും ചെയ്യുന്നു. തങ്ങളുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന ആ ലോകൈക മാർഗദർശിയുടെ നേരെ അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ഭക്തി ബഹുമാനാദരങ്ങൾ അവർ പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. അത് സ്വാഭാവികമാണ്. നിങ്ങളുടെ അൽമനാറിൽ എഴുതി വെച്ചതാണ്. നബിതങ്ങൾ ജനിച്ചത് റബീഉൽ അവ്വലിലാണെന്നും
റബീഉൽ അവ്വൽ 12-നാണെന്നും ആ ജന്മദിനത്തിൽ ലോകത്ത് മശ്രിഖ് മുതൽ മഗ്രിബ് വരെ മുഴുവൻ മുസ്ലിമീങ്ങളും സന്തോഷിക്കുന്നുവെന്നും ആ സന്തോഷത്തില് ഒരത്ഭുതപ്പെടേണ്ട ആവശ്യവുമില്ല എന്ന് നിങ്ങളുടെ അൽമനാർ എഴുതി പഠിപ്പിച്ചിട്ട് അൽ മുർഷിദ് പോലെയുള്ള ഗ്രന്ഥങ്ങളില് ഇതിനു വേണ്ടിയിട്ട് എന്തൊക്കെ എഴുതി പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പിൽക്കാലത്ത് വന്നപ്പോ നിങ്ങൾ മാറ്റിയുണ്ടാക്കിയതല്ലേ. അതുകൊണ്ട് കഴിഞ്ഞകാല പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ജനങ്ങളുടെ മുമ്പില് വെട്ടിപ്പ് നടത്താമെന്ന് സലഫി നിങ്ങൾ കരുതേണ്ടതില്ല. ഞാൻ ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ നിങ്ങളോടുള്ളൂ. പറ്റുമെങ്കില് നിങ്ങൾ മറുപടി പറയേ. ഇസ്ലാമിൽ 4 ഒരു പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട ഒരു കാര്യം പ്രവർത്തിക്കാം എന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ? എതിർപ്പില്ലെങ്കിൽ അതിലൊരു പ്രമാണം ഖിയാസല്ലേ. ആ ഖിയാസ് കൊണ്ട് ഇബ്നു ഹജറിനിൽ അസ്ഖലാനി പഠിപ്പിച്ചു തന്നതല്ലേ മൗലിദാഘോഷം പുണ്യകർമ്മമാണ് എന്ന്. ഇമാം അബൂ ശാമ പഠിപ്പിച്ചു തന്നതല്ലേ. ഇമാം സുയൂത്തി പഠിപ്പിച്ചു തന്നതല്ലേ. ഇങ്ങനെയുള്ള ഈ പുണ്യകർമ്മം അനാചാരമാണ് എന്ന്, നരകത്തിലേക്കുള്ളതാണ് എന്ന് നിങ്ങൾ പറയുമ്പോ ഇബ്നു ഹജറിനിൽ അസ്ഖലാനി, ഇബ്നു ഹജറിനിൽ ഹൈത്തമി, ഇമാം ജലാലുദ്ദീൻ സുയൂത്തി, അതുപോലെ ഇമാം അബൂ ശാമ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രഗത്ഭരായ ഒട്ടനേകം പണ്ഡിതർ ഇത് നല്ല കർമ്മമാണ് എന്ന് പഠിപ്പിച്ചു തരുമ്പോ അവർ ബിദ്അത്തിനെ പ്രോത്സാഹിപ്പിച്ചവരാണോ, അനാചാരത്തെ പ്രോത്സാഹിപ്പിച്ചവരാണോ? നിങ്ങൾ മറുപടി പറയണം എന്നു മാത്രം സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.